നമ്മുടെ നാടും വിശ്വാസവും പരിസരമൊക്കെ ഒരേപോലെ കാത്തു സൂക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട കുറച്ച് പേരാണ് മുകളിലുള്ളത്. ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് 11,000 ലിറ്ററാണ് ഇവർ നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർ ഒഴുക്കി കളയുന്ന ഒരു പാല് ഇത് എത്തിച്ചിരുന്നത് പല ജന്തുമിത്രാദികൾക്കാണ്. അതായത് നദിയിൽ വെള്ളം കുടിക്കാൻ വരുന്ന കുറേ ചെറിയ ചെറിയ കുഞ്ഞു പൂച്ചകളും പട്ടികളും അതുപോലെ തന്നെ വേറെ പല ജീവജാലങ്ങളൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ ഒരു നേരത്തെ പാലാണ് ഇതുവഴി കിട്ടുന്നത്. സോ നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ഇവർ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഇങ്ങനെ നദിയിലേക്ക് നെയ്യും പാലൊക്കെ ഒഴിക്കുന്ന ടൈം ആ നദിയെ നല്ല രീതിയിൽ പരിശുദ്ധമാക്കുക ചെയ്യുന്നത്. ഇത് കാണുന്ന മുകളിലിരിക്കുന്ന കൈലാസനാഥനും പാർവതിദേവി ഇവരെ നേരിട്ട് വന്ന് അനുഗ്രഹിക്കും. ഇവർക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹമാണ് ബാക്കിയുള്ളവരിലേക്ക് ഇവർ വീതിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് എമൗണ്ട്, ഒരു 10 രൂപ 100 രൂപയ്ക്ക് ഇവർക്ക് ദക്ഷിണയായി കൊടുക്കുന്ന ടൈം അവർ നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും. ആ ചെറിയൊരു അനുഗ്രഹം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതുപോലുള്ള പ്രവൃത്തികൾ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ ഇവർ ചെയ്യുന്ന നല്ല കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം പ്ലീസ്. കാരണം അത്രക്കും മഹത്തായ കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. കാരണം എത്ര ജീവജാലങ്ങളുടെ പട്ടിണിയാണ് മാറുന്നത്. കുറ്റപ്പെടുത്തരുത് നിങ്ങൾ കളിയാക്കിയാൽ. ശരി.